ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാലും ഞാൻ കുടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കായ കാശ്മീരി മിൽക്ക് ഷേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഡേറ്റ്സ് ആണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് തന്നെ എടുക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുരു കളഞ്ഞെടുത്തിട്ടുള്ള ആ ഡേറ്റ്സ് ഇതിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ ഒരു മിൽക്ക് നന്നായിട്ട് തണുപ്പിച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഡേറ്റ്സും പാലൊക്കെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹോർലിക്സ് പൊടിയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സ്പ്ലിറ്റഡ് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി കാശ്മീരി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനുള്ള മധുരം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും അടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ ഇതാണ് ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി മിൽക്ക് ഷേക്ക് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എത്ര നല്ല മിൽക്ക് ഷേക്ക് ആണെങ്കിലും പഞ്ചസാര കൂടിയാലും കൊള്ളില്ല, കുറഞ്ഞാലും കൊള്ളില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്